നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ വീണ്ടും CPM പാർട്ടി ബോംബ് പൊട്ടിയത് കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം എന്നൊക്കെയുള്ള പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ഗോവിന്ദൻ മാസ്റ്ററുടെ സ്ഥിരം നുണപ്രചാരണങ്ങളും തകർന്നടിഞ്ഞിരിക്കുന്നു. 1998 സെപ്റ്റംബർ 25 തലശ്ശേരിയിൽ റോഡരികിൽ നിന്ന് കിട്ടിയ സ്റ്റീൽ പാത്രം ചുറ്റിക കൊണ്ട് അടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ അത് പൊട്ടിത്തെറിച്ച് അമാവാസി എന്ന തമിഴ് നാടോടി ബാലന് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. ആ സ്ഫോടനത്തിൽ ഈ പാവം പയ്യന്റെ വലത് കണ്ണും ഇടത് കൈയും നഷ്ടപ്പെട്ടു. 2024 ഏപ്രിൽ 5 പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ അത് പൊട്ടിത്തെറിച്ച് CPM പ്രവർത്തകൻ ഷെറിൻ കൊല്ലപ്പെട്ടു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കണ്ണൂർ ജില്ലയിൽ നടന്ന ഈ 2 സംഭവങ്ങൾക്കുമിടയിൽ 1/4 നൂറ്റാണ്ടിലേറെ കാലത്തിൻ്റെ വ്യത്യാസമുണ്ട്. കലാപരാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതായി പലതവണ നേതാക്കൾ പരസ്യമായി പ്രഖ്യാപിച്ചെങ്കിലും ജില്ലയുടെ കക്ഷി രാഷ്ട്രീയം ഇപ്പോഴും ബോംബുകൾ മടിക്കുത്തിൽ നിന്ന് മാറ്റിയിട്ടില്ലെന്ന് വ്യക്തമാവുകയാണ് പാനൂരിലെ ബോംബ് സ്ഫോടനം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് ഭംഗം വരുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതികൾ ബോംബ് നിർമ്മിച്ചിരിക്കുന്നത്. പാർട്ടി ഗ്രാമങ്ങളിലെ മേധാവിത്വം നിലനിർത്താൻ തെരഞ്ഞെടുപ്പ് കാലത്ത് എതിരാളികളെയും സാധാരണ വോട്ടർമാരെയും ഭയപ്പെടുത്താനുമാണ് ഇപ്പോഴും നാടൻ ബോംബ് ഉപയോഗിക്കുന്നത്. പാനൂർ, കൂത്തുപറമ്പ്, തലശ്ശേരി മേഖലകളിൽ ആളൊഴിഞ്ഞ പറമ്പുകളിലും കുറ്റിക്കാടുകളിലും വീടുകളിലും ബോംബ് നിർമ്മാണം നടക്കുന്നു. ഈ ബോംബുകൾ നിർമ്മിക്കുന്നതും ഉപയോഗിക്കുന്നതുമൊക്കെ ആരാണെന്ന് പാർട്ടിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഒരു പരിധിക്കുമപ്പുറം ഇത്തരം അണികളെ ശാസിക്കാനോ നിയന്ത്രിക്കാനോ സാധിക്കാറില്ല. പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കാൻ കഴിയുന്ന പല രഹസ്യങ്ങളും ഇവരുടെ കയ്യിലുണ്ട് എന്നതാണ് സത്യം. അക്രമ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു എന്ന് നേതാക്കൾ ഇപ്പോഴും ആണയിട്ട് പറയുമ്പോഴും ബോംബ് സ്ഫോടനങ്ങളിലെ കണക്കുകൾ മറ്റൊരു ചിത്രമാണ് നൽകുന്നത്. 98 ശേഷം കണ്ണൂർ ജില്ലയിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടത് 10 പേരാണ്. ഇതിൽ 6 പേർ CPM-ഉം 4 പേർ BJP-യുമാണ്. 14 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. 2008 നവംബർ 13 പാനൂരിൽ നിന്ന് പോലീസ് 125 നാടൻ ബോംബുകൾ കണ്ടെത്തിയിരുന്നു. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ഒക്കെ അന്വേഷിച്ചെങ്കിലും പ്രതികളെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. അതുമാത്രമല്ല, ബോംബ് പിടികൂടുന്ന മിക്ക കേസുകളിലും പ്രതികളെ കണ്ടെത്തുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ആ പ്രദേശത്തെ പോലീസ് സംവിധാനം. അത് പോലീസിൻ്റെ പിടിപ്പുകേടൊന്നുമല്ല, രാഷ്ട്രീയത്തിൻ്റെ അധികാര ദുർവിനിയോഗ ശക്തിയാണ്. കൊടിയുടെ നിറമൊന്ന് മാറിപ്പോയതിന്, വിശ്വസിക്കുന്ന ആശയത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടായതിന്, സ്വന്തം കൂടപ്പിറപ്പിനെ ബോംബ് വെച്ച് ചിതറിക്കുന്നത് ഏത് രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.